ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബോട്ടിലാട്ട് ഭയങ്കര സംഭവം ബോട്ടിലാട്ടമൊന്നും അല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ബോട്ടിലാട്ടാണ്. എസ്പെഷ്യലി ക്ലേ കൊണ്ട് ബോട്ടിലാട്ട് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും കാണുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ബോട്ടിലാട്ട് ചെയ്യാനുള്ള ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലേ റെഡിയാക്കാം. അപ്പോൾ ഞാൻ എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. കോൺഫ്ലവർ വെച്ചുണ്ടാക്കുന്ന ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. കോൾ പോർസലൈൻ എന്നും ഇതിന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. മാത്രമല്ല, ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം കറക്റ്റ് മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ലേ കൊണ്ട് നമുക്ക് ചെടികളുടെയൊക്കെ സ്റ്റെമ്മൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ക്ലേ എടുത്ത് കൈവച്ച് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ നമ്മൾ സ്റ്റെമ്മും വള്ളികളും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കണ്ടോ, ചില ഭാഗത്ത് ഒരേ വലിപ്പത്തിൽ അങ്ങോട്ട് കിട്ടണില്ല. ചിലത് തടിച്ചിരിക്കും, ചിലത് മെലിഞ്ഞിരിക്കും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഒരേ വലിപ്പത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറേ സമയം എടുത്ത് മെനക്കെട്ടിട്ടാണ് ഒരേ വലിപ്പത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. വർക്ക് ചെയ്യാനായിട്ടുള്ള ക്ലേ എടുത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കണം. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതെടുത്ത് കുഴച്ചിട്ട് ഞാനിതൊരു സിറിഞ്ചിലേക്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ആ സിറിഞ്ച് ഒരു മീഡിയം വലിപ്പം വേണം കേട്ടോ. ഒത്തിരി ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റെമ്മ അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സിറിഞ്ച് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ക്ലേ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വലിപ്പമുള്ള സ്ട്രിങ്ങുകളാണോ, ക്ലേൻ്റെ സ്ട്രിങ്ങുകളാണോ വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സിറിഞ്ചുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ക്ലേ വർക്കിലൊക്കെ നിങ്ങൾ ഇതൊരു ടൂളായിട്ട് യൂസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലേ നമ്മൾ സിറിഞ്ചിൽ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് വരെ ഫില്ല് ചെയ്യരുത്. അപ്പോൾ നമുക്ക് അമർത്താനും അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഫില്ല് ചെയ്യുക. ഇപ്പം ഞാൻ ക്ലേ ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ക്ലേൻ്റെ ഓരോ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും എത്ര ഈസിയാണ്, നിങ്ങൾക്ക് എത്ര ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് അമർത്തുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് ശില്പക്കാരിലൊക്കെ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ശില്പക്കാർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പുള്ള ഏത് ക്ലേയിലും ഇത് വർക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിറിഞ്ചിൽ അത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അത് ഒട്ടിപ്പിടിക്കില്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, സ്ട്രിങ് വരുന്നത് കണ്ടോ, ക്ലേൻ്റെ ഒരേ വലുപ്പത്തിലാണ്. എത്ര നീളത്തിൽ വേണമെങ്കിലും നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കും. ഇനി ഈ ക്ലേൻ്റെ നൂല് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു ഫ്ലവറിൻ്റെ ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഫ്ലവറിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ഈ ഔട്ട്ലൈനിന് പകരം നമ്മൾ ഈ ക്ലേൻ്റെ നൂല് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സെൻറ്റർ കണ്ടോ, ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ജോയിൻ ചെയ്യാനായിട്ട് ക്ലേ ആയതുകൊണ്ട് ജസ്റ്റ് രണ്ട് എഡ്ജ് തമ്മിലൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒട്ടിക്കോളും. ഇനി പെറ്റൽസ് ചെയ്യുകയാണ്. അപ്പോൾ പെറ്റൽസിന് ആവശ്യമായിട്ടുള്ള സൈസിൽ ഞാൻ ഈ സ്ട്രിങ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പെറ്റൽസിൻ്റെ ഈ ഭാഗത്ത് കണ്ടോ, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഒരു പെറ്റലായി. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബോട്ടിലേക്ക് ഒട്ടിക്കണം. ഇനി നമുക്കിത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ക്ലേ വെച്ചുണ്ടാക്കിയ ഷേപ്പ് ബോട്ടിൽ ഡയറക്റ്റ് ഒട്ടിക്കുമ്പോൾ
സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പശ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഫെവിക്കോളൊന്നും പറ്റില്ല, കാരണം അങ്ങനത്തെ വൈറ്റ് ഗ്ലൂസൊക്കെ പറഞ്ഞു പോരും ഡ്രൈ ആയി കഴിഞ്ഞാൽ. പക്ഷേ പകരം നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഒരു ബേസ് ലെയറായിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ക്ലേ കൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു പോരില്ല. ഡയറക്റ്റ് ഗ്ലാസ്സിൽ ഒട്ടിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ സൂപ്പർ ഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഫ്ലവർ ഏകദേശം കഴിയാറായി. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? ഇതൊരു പ്ലാൻ ചെയ്ത ഡിസൈനൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത് ഒരു ഫ്ലവറിനെ ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വള്ളികളും ഇലയൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇത് വെച്ചിട്ട് തന്നെ നമ്മളൊരു ലീഫിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു സൈഡ് ഫുള്ള് കഴിഞ്ഞു. ഇനി മേലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ഈ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലേ വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു. ക്ലേയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് പെയിൻറ്റ് ചെയ്തോ അല്ലാതെയോ യൂസ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യണം എന്നില്ല, കാരണം കണ്ടല്ലോ ഈ ഗ്രീനിൽ ചെയ്തതുകൊണ്ട് വൈറ്റായിട്ടിരിക്കുമ്പോഴും അതിനൊരു ഭംഗിയുണ്ട് കാണാൻ. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കപ്പിലോ അല്ലെങ്കിൽ ക്ലേ വെച്ച് നിങ്ങൾ എന്തൊക്കെ ആർട്ട് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഇത് യൂസ് ചെയ്യാം, ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു ഭയങ്കര സംഭവം ബോട്ടിലാട്ടമൊന്നും അല്ലാന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു ടെക്നിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ബോട്ടിലാട്ടാണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി.